എന്നെ കാണാൻ വേണ്ടി ഞാൻ പുഴ വരെ നീന്തിയിട്ടുള്ളത്. എന്നിട്ട് എന്നെ എൻ്റെ അടുത്ത് പറയാം, നിന്നെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് വെച്ച് കളിച്ചാണ്, എന്തിനായിരുന്നു, എന്തിൻ്റെ കേടായിരുന്നു. അതൊക്കെ തമാശക്ക് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലമായിട്ട് ബിസിനസ്സുകളും, ഞാൻ ബിസിനസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കലാരംഗത്ത് ഇതുള്ളതും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നതിൽ ഒരാൾ അവനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ഇതായിരുന്നു, ഞാനും നാദിഷയും മണിയും. അതിൽ ഞങ്ങളുടെ ചങ്കൂറ്റായിരുന്നു മണി. ഞങ്ങൾ ഷോസ് പോവുകയാണെങ്കിൽ ഞാൻ ഇവനില്ലെങ്കിലും ഞാൻ എന്നും മിമിക്രി തുടങ്ങി ആ കാലം മുതൽ എവിടെയെങ്കിലും ഷോ പോകണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോവുള്ളൂ. അങ്ങനെ കുറേ എൻ്റെ ഫാമിലി അവൻ്റെ ഫാമിലിയൊക്കെ ഒരേ ഇതിൽ പോകുന്ന മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ ഉള്ളതാണ്. ഞാൻ എന്താണെന്ന് അവനും അറിയാം, അവൻ എന്താണെന്ന് എനിക്കും അറിയാം എന്നൊക്കെ പറയുന്ന ഒരു അത് വേറെ എന്ന് പറയാ ഇമോഷണലി നമ്മളെ കുറച്ച് ഇതാക്കുന്ന കുറച്ച് ഇതല്ലേ. അടുത്ത ആരാ നോക്കാം നമുക്ക്. അത് തന്നെ ഞാനിപ്പോ എനിക്കത് ദിലീപേട്ടൻ പറഞ്ഞപ്പോ ഞാനത് മനസ്സിൽ വിചാരിക്കായിരുന്നു. മണി പോയത് നമുക്ക് ഗ്രേറ്റ് ലോസ് ആണ്. വിചാരിക്കാത്തൊരു വല്ലാത്തൊരു പോക്കെന്ന് പറയില്ല. ഞാൻ സല്ലാപത്തിന്റെ സമയത്ത് തുടങ്ങിയൊരു സൗഹൃദം എന്താണെന്ന് ചോദിക്കും. അതിന് മുമ്പ് എനിക്ക് മണീനെ അറിയാം, പക്ഷെ അത്ര അടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പേ അടുപ്പമുണ്ടായിരുന്നു മണി നാദൃശ്യം തമ്മിൽ, മിമിക്രിയിലൂടെയും. കാരണം ഇവർ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോയിട്ടൊക്കെ ഉള്ള ഒരുപാട് സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു മണീനെ കാണുന്നത് ആലോ പാലസിൽ വെച്ചിട്ടാണോ സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മണിയായിട്ട് ഒരു രീതിയിൽ കാണുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സല്ലാപത്തിൻ്റെ പൂജ നടക്കുന്ന ദിവസം മണി ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പുറത്ത് കൈയൊക്കെ കെട്ടി ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ മണിയുടെ അടുത്തെന്ന് പറഞ്ഞു, മണി ഭയങ്കര ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരിക്കും കേട്ടോ ഇതിലെ. ഞാൻ കഥ കേട്ടു, അപ്പോൾ മണിയുടെ കാര്യമൊക്കെ പറഞ്ഞു സാറ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും ആ സിനിമ തുടങ്ങിയ ഒരു സൗഹൃദം. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ ഷോസും പോയിട്ടുള്ളത്. എനിക്കിപ്പോൾ വന്ന് ദിലീപേട്ടൻ പറയുമ്പോൾ എനിക്ക് ആ വൈബ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്ത് ഫൺ മൊമെന്റ് ആയിരിക്കും അല്ലേ നിങ്ങൾ? അയ്യോ ഭയങ്കര. ഞങ്ങൾ ഒരുമിച്ച് എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? അയ്യോ കുബേരനൊക്കെ ചെയ്യണ സമയത്ത്, കാരണം ആരോഗ്യം കൊണ്ടും കഴിവ് കൊണ്ടും വേറെ ലെവലായിരുന്നു മണി. പാട്ടിൽ എന്താ അവന് ചെയ്യാൻ പറ്റാത്ത. എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ഷോസൊക്കെ പോകുമ്പോൾ അവൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടാകും, ഞാൻ കിടന്ന് ഉറങ്ങും. കാരണം എനിക്ക് ഉറപ്പാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാവും. ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ മണിയുടെ റൂമിൽ ചെല്ലും. അപ്പോൾ അവൻ അവിടെ ഒരു കിച്ചൺ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണവും അതായത് പിന്നെ ചില സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവൻ തന്നെ മറ്റേ ചിക്കൻ ഇതിനകത്തൊക്കെ ഇട്ട് ചോറൊക്കെ കുഴച്ച് എടുത്ത് വായിൽ അങ്ങനെ നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമെന്നും പറയാൻ പറ്റും. പക്ഷെ അവൻ ഉരുട്ടി തരുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുക, അവൻ വായിൽ ഭക്ഷണമൊക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര ഇതുണ്ടായിരുന്നു ഞങ്ങളൊക്കെ തമ്മിൽ. നമ്മൾ അടുത്ത ആളിലേക്ക് പോരുത്, കണ്ടു കഴിഞ്ഞു. അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ വരായിരുന്നു, നമുക്കിപ്പം പറഞ്ഞു വെച്ചിട്ട് ഇന്നസെന്റ് ഏട്ടൻ്റെ ഇങ്ങനെയല്ലേ തുടങ്ങിയത്, എന്തെങ്കിലും ഒരു ലൈൻ ഒന്ന് പറയാമോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അതേപോലെ എത്രയോ ദിലീപേട്ടൻ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അതല്ല, ഒരു അതേപോലെ ഒന്ന് മിമിക് ചെയ്യാൻ പറ്റുമോന്നാ ചോദിച്ചത്. അങ്ങനെ ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് ഇന്ന് പെർഫോം ചെയ്ത് ഇരുന്നോണ്ടൊന്നും പറ്റൂലേ? ഇരുന്നോണ്ട് പാവി പോയി എനിക്ക് ഇന്നസെന്റ് ബഹുമാനം ഉള്ളതുകൊണ്ട് ഇരുന്നോണ്ടും ചെയ്യില്ല. പാവി പോയി കാണണമെന്നുള്ള മാത്രം ഇന്നസെന്റ് ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. എന്താ പറയാ, പാവി കെയർ ടേക്കർ എല്ലാവർക്കും ഇഷ്ടാവും, എല്ലാവരും പോയി കാണുക. ചിരിക്കാനായിട്ട് പടത്തില്ലേ അങ്ങനെ. താങ്ക് യു. ഒരുപാടുണ്ട് കേട്ടോ ചിരിക്കാൻ. എല്ലാവരും റെഡി ആയിട്ട് പോയിക്കോളൂ, അതുപോലെ ചിരിക്കാനുള്ള ഒരു മൂവിയാണ്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. കാവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകളിലെ എൻ്റെ നായികയായിട്ട് അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു 19-20 സിനിമയിൽ ഒരുമിച്ച് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഭാര്യയായിട്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളായിട്ട് എന്റെ പുറകെയാണ്. എന്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുന്നു. പിന്നെ അല്ല, ഏറ്റവും നല്ലൊരു ഫേവറേറ്റ് മൊമെന്റ് എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ പറയാൻ? എങ്ങനെ കാവ്യനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്ന ഒരു ഏറ്റവും നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു നിമിഷം, അത് ഷൂട്ടിനിടയിൽ വന്ന കളിച്ചിരിയോ അല്ലെങ്കിൽ ലൈഫിലാണോ? അവള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എപ്പിസോഡ് ഉണ്ട് ആണല്ലേ. അപ്പൊ നമുക്ക് നമുക്ക് വേറൊരു ഇതിലേക്ക് പോവാം. ഇനി അടുത്തത് പിന്നെ ഞാൻ പൊക്കി പറഞ്ഞു കഴിഞ്ഞാലേ കുറച്ച് പൊങ്ങും, സന്തോഷമായിട്ട് ഇരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അടുത്തത്
മീനാക്ഷി. മീനാക്ഷി എങ്ങനെ പറയാ? മീനാക്ഷി മീനാക്ഷി ഇനി ഉടനെ വരും ഡോക്ടറായിട്ട് അച്ഛനെ നോക്കാൻ. അച്ഛന്റെ അതെ, അവള് ഇപ്പം മെഡിസിൻ ഒക്കെ പഠിച്ച് സർജൻസി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ നമുക്ക് കാണാം ഡോക്ടറെ. അതെ, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കട്ടെ കാര്യങ്ങളൊക്കെ. അതാണ് എൻ്റെ മീനുട്ടി. ഇനി അടുത്തത് ഇതാണ് മാമാട്ടി. മാമാട്ടി മഹാലക്ഷ്മി. ഇപ്പൊ മഹാലക്ഷ്മി ഇനിയിപ്പോ ഒന്നിലേക്ക് പോണു അല്ലേ? ഒന്നിലേക്കാണ്. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് വളരെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ ആണ്. അതെ അതെ. പക്ഷേ ആളിപ്പോ UKG കഴിഞ്ഞ ആള് വലിയ കോമഡിച്ചും വയലോൻ അങ്ങനെയൊക്കെ. അവൾ അച്ഛനെ അനുകരിക്കാൻ നോക്കുന്നുണ്ടോ? അനുകരിക്കാനൊന്നുമില്ല, അവർക്ക് അറിയാം നമ്മള് ജോലി ഇതാണ് എന്നൊക്കെ ഉള്ളത് അറിയാം, അഭിനയവും കാര്യങ്ങളൊക്കെ എന്നറിയാം. അപ്പോൾ അതില് ഇപ്പൊ ഈ സിനിമ അവരൊക്കെ കാണാം. ഈ സിനിമ മദ്രാസിലെ അവളും കാവ്യയും ചെറുതും പിന്നെ കുറേ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ചിട്ടാണ് പോയത്. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഈ പവിത്രൻ വന്നിട്ട് അയാളുടെ ഒരു ജീവിതം ഒരു ദിവസം തുടങ്ങുന്നത് അയാൾ വന്ന ഉടനെ ഷർട്ടൊക്കെ അഴിച്ച് മാറ്റുന്നുണ്ട്. ഷർട്ടഴിച്ച് മാറ്റി പാൻ്റൊക്കെ അഴിച്ച് മുണ്ടുടുക്കുന്ന സീനുണ്ട്. അപ്പോൾ ആ സീനിൽ പെട്ടെന്ന് ഇവള് പറയാണ് ഈ ഞാൻ ഷർട്ടൊക്കെ അഴിച്ച് തൂക്കുകയാണ്. അപ്പോഴേക്കും അമ്മ അച്ഛൻ എന്തായി കാണിക്കണത്, എല്ലാവരും കാണുകയല്ലേ അയ്യോടാ. അങ്ങനെയൊക്കെയുള്ള സംഭവം. പിന്നെ അതിനകത്ത് ഞാൻ പിന്നെ നിങ്ങൾ കണ്ടില്ലല്ലോ ഇപ്പൊ അതിൻ്റെ അടുത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛനെ എന്താ കാണിക്കണം, അച്ഛനൊന്നും കാണുമില്ല അച്ഛാ, ഇങ്ങനെ ആൾക്കാർ മുമ്പിൽ ഷർട്ടൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള. ദിലീപന്റെ വേറെ മൂവീസ് ഒക്കെ മോള് കാണാറുണ്ടാവില്ല? എല്ലാ മറ്റേ മായാമോഹിനെയൊക്കെ കണ്ടപ്പോൾ ഇതുപോലെ ഇത് കണ്ടിട്ട് നമുക്ക് ചിരി വന്നിട്ട് അച്ഛൻ എന്തൊക്കെയാ കാണിക്കണേ. അതേപോലെ വീട്ടിലും ദിലീപന്റെ വീട്ടിലും ഇതുപോലെ ഇത്ര അധികം തമാശകളും ഒക്കെ അങ്ങനെ ഒരാള് തന്നെയല്ലേ? ഞാൻ കുട്ടികളോട് അവരെക്കാൾ കുട്ടിയാവണ സ്വഭാവമാണ് എനിക്ക്. അത് കാവ്യ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ. ഞാൻ ഇടയ്ക്ക് കാണും, പക്ഷേ ഇത് പുറത്തേക്ക് വരില്ലട്ടെ ദൈവത്തോർത്ത്. കാരണം അതൊക്കെ ട്രെൻഡിങ് ഇതിലേക്ക് പോകും, വൈറലാവും, ഭയങ്കര വൈറലാവും. പിള്ളേർ കൂടെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ് അതൊക്കെ. കാവ്യയൊക്കെ കണ്ടിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് കാണാമായിരുന്നു. അങ്ങനെ നമ്മുടെ ജനപ്രിയ നായകൻ നമ്മുടെ ദിലീപേട്ടൻ വീണ്ടും ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, നമ്മളെ ചിരിപ്പിച്ചും നമ്മളെ കരയിപ്പിച്ചും വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സിനിമയിൽ നമ്മളെ കുറേയൊക്കെ ഈ മനുഷ്യൻ നമ്മളെ വിഷമിപ്പിച്ചും വയ്ക്കുന്നുണ്ട്. പക്ഷെ നല്ല ഒരു നമുക്ക് കുടുംബമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവി തന്നെയാണ് നമ്മുടെ ദിലീപേട്ടൻ. എന്താ നമുക്ക് തിരിച്ചെത്തിന്നോ പോയിന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ദിലീപേട്ടൻ ഇവിടെ തന്നെയുണ്ട്. ചില സിനിമകൾ നന്നായിട്ട് വരും, ചില സിനിമകൾ അത് എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും. പക്ഷെ ദിലീപേട്ടൻ്റെ ഇങ്ങനത്തെ കുറെ നമ്പേഴ്സ് മിസ് ചെയ്തിരുന്നത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇനി വരാൻ പോകുന്ന മൂവി ഇതേപോലെ നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ എന്നാണ് ഇപ്പോൾ ആശംസിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഓൾറെഡി ടേക്ക് ഓഫ് ചെയ്തു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ദിലീപേട്ടാ. വീണ്ടും കാണാം. ഓക്കെ, കാണാം.